Today we will discuss about the differentiation and integration of Laplace transforms. അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവും ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ് അതുപോലെ ഇൻ്റഗ്രേഷൻ എങ്ങനെ കാണുന്നു നോക്കാം. If f of t satisfies the conditions of the existence theorem, then its Laplace transform f of s equal to L of f, which is equal to integral 0 to infinity e raised to minus st f of t dt, is differentiable with respect to s, and its derivative can be obtained by differentiating the function under the integral sign with respect to x. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എഫ് ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മൈനസ് ടി ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്താണ് ടി ഇൻറ്റു എഫ് ഓഫ് ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മുടെ എക്സിസ്റ്റൻസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ആണ്. അത് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇത് എൽ ഓഫ് എഫ് ആണ്. പിന്നെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ അതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു എസ്. ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഈ ഇൻ്റഗ്രലിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ടി ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മൈനസ് ടി ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ നമ്മളിവിടെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഒരു രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കുന്നു. എന്നിട്ട് ലിമിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ മൈനസ് എന്ന് പറഞ്ഞ് ഞാൻ പുറത്തെടുത്തു. ഇ പവർ മൈനസ് എസ് ടി ഇവിടെ ഉണ്ട്. ടി ഇൻറ്റു എഫ് ഓഫ് ടി ഒരുമിച്ചെടുത്തു. അതെന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് അപ്പോൾ മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു റിസൾട്ട് ആയിട്ട് നോട്ട് ചെയ്തോളൂ. ഇഫ് L of f equal to f of s, then Laplace transform of t into f of t equal to minus f dash of s. അപ്പോൾ t into f of t ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആയിരിക്കും. സെക്കൻഡ് വൺ, ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പവർ എൻ ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇത് ടി ഇൻറ്റു എഫ് ഓഫ് ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആണെങ്കിൽ ടി പവർ എൻ ഇൻറ്റു എഫ് ഓഫ് ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം മൈനസ് 1 പവർ എൻ ഇൻറ്റു എഫ് എൻ ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാവരും നല്ലപോലെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഡിഫറൻസിയേഷൻ കാണാനുള്ള ഇക്വേഷൻസ് കിട്ടി. ഇനി അടുത്ത നമ്മൾ ഇൻ്റഗ്രേഷൻ കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻ്റഗ്രേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇഫ് എഫ് ഓഫ് ടി സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻസ് ഓഫ് ദ എക്സിസ്റ്റൻസ് തിയറം. അപ്പോൾ ആദ്യം എക്സിസ്റ്റൻസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് നമ്മളിപ്പോൾ രണ്ട് കാര്യം ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആസ് ടി അപ്രോച്ചസ് 0 ഫ്രം ദ റൈറ്റ് എക്സിസ്റ്റ്, ദെൻ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആയിരിക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആയിരിക്കും.
അപ്പോൾ ഒരു റിസൾട്ടായിട്ട് ഓർത്തിരിക്കാൻ, ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ട ജനറൽ ആയിട്ടുള്ള എൻ വരുന്ന കേസും അതുപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കേസും ഇൻ്റഗ്രലിൻ്റെ കേസും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചോർത്തിരിക്കുക. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടി ഇൻറ്റു കോസ് ഒമേഗ ടി, സെക്കൻഡ് വൺ ടി സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മളിപ്പോൾ റിസൾട്ട് കണ്ടായിരുന്നു അല്ലേ, ടി ഇൻറ്റു എഫ് ഓഫ് ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആണെന്ന്. അപ്പോൾ അതിവിടെ ടീൻ്റെ കൂടെയുള്ള ഫംഗ്ഷൻ ഏതാ, കോസ് ഒമേഗ ടി. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. കോസ് ഒമേഗ ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ വി നോ ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു എന്ത് വരും, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എക്ക് പകരം ഇവിടെ ഒമേഗയാണ്, അപ്പോൾ ഒമേഗ സ്ക്വയർ വരും. അപ്പം ദാഫോ നമുക്ക് റിസൾട്ട് വെച്ചിട്ട് എന്താ പറയാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് വരും മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, അപ്പം എന്ന് വെച്ചാൽ ഡി ബൈ ഡി എസ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് എത്രയാണ് 1 മൈനസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇത് വരും 2s. 2s എന്ന് പറയുന്നത് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ ആയി, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഇവിടെ എസ് സ്ക്വയർ മൈനസ് 2s സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് എസ് സ്ക്വയർ വരും അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് വേണമെങ്കിൽ പുറത്തെടുക്കാം, എന്നിട്ട് അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പം നോക്കാം ഇവിടെ, ഇപ്പോൾ ഇവിടെ എന്തൊരു ഇവിടുത്തെ ഒരു മൈനസും കൂടെ ഉണ്ടായിരുന്നു അല്ലേ, ആ മൈനസും കൂടെ ഇവിടെ ഇട്ടു. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഈ മൈനസും കൂടെ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ, ഈ മൈനസ് ആണ് ഇവിടെ ഇട്ടത് കേട്ടോ, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പം ആൻസറായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണെങ്കിൽ ടി സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ, ടി ഇൻറ്റു കോസ് ഒമേഗ ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ടി സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പം അത് സൈൻ ഒമേഗ ടി ആണ്. അപ്പം നമുക്ക് ആദ്യം സൈൻ ഒമേഗ ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞിരിക്കണം. വി നോ ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. Therefore, Laplace transform of t square into sin omega t equal to minus equation apply ചെയ്യാം, t power n into f of t എന്ന് പറയുമ്പോൾ അപ്പോൾ മൈനസ് 1 power n ആണ്, അപ്പോൾ ഇവിടെ n 2 ആണ്, ഇൻറ്റു എഫ് എൻ ഓഫ് എസ് ആണ്, എന്നുവെച്ചാൽ ഡബിൾ ഡാഷ് ആണ് അല്ലേ. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് d square by ds square of omega by s square plus omega square. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് d by ds കാണാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, മൈനസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, ഒരു ഡെറിവേറ്റീവ് കൂടെ കാണണം അല്ലേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ, ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, 1 by x എന്ന് പറഞ്ഞാൽ ഫോമിലാണുള്ളത്. അപ്പോൾ ഒമേഗ ഇൻറ്റു മൈനസ് 1 by എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 2s അല്ല, ഇൻറ്റു 2s. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ കാണാം, നമുക്ക് വേണമെങ്കിൽ ഒമേഗ പുറത്തെടുക്കാം, മൈനസ് ഒമേഗ ഞാൻ പുറത്തെടുത്തു, ബാക്കി 2 കൂടെ പുറത്തെടുത്തു. ബാക്കി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ആണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. എന്ത് വരും, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2s അല്ല, ഡെറിവേറ്റീവ് ഓഫ് എസ് 1 വരും,
മൈനസ് എസ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് അതാ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു അല്ലേ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ പവർ 4i. അപ്പോൾ ഇങ്ങനെയായി ഡെറിവേറ്റീവ്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ മൈനസ് 2 ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇവിടെ ബാക്കിയുള്ളത് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാലോ അല്ലേ. മൈനസ് 2 ഒമേഗ ഇൻറ്റു ഒരെണ്ണം കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ബാക്കി ഒരു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. മൈനസ് ഇവിടെ 2s ഇൻറ്റു ഇത് നമ്മൾ ഓൾറെഡി പുറത്തെടുത്തു. ഇവിടെ 2s ഉണ്ട്, ഇവിടെയും 2s ഉണ്ട്. അപ്പോൾ 4s സ്ക്വയർ വരും. ഇത് ഓൾറെഡി പുറത്തെടുത്തു. അത് നമുക്ക് ഇവിടുത്തെ ഒന്നുമായിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ ക്യൂബ് വന്നു. നമുക്കിവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ എസ് സ്ക്വയറും മൈനസ് 4 സ്ക്വയറും കൊണ്ട് എന്തായി മൈനസ് 3s സ്ക്വയർ ആയി. which is equal to minus 2 omega into ഇവിടെ മൈനസ് 3s സ്ക്വയർ പിന്നെ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ ക്യൂബ്. ഈ ഒരു ഇതും ഇതിലെ ഒന്നും ഇവിടുത്തെ ഒന്നും കൂടെയാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ മൈനസ് ഒഴിവാക്കാനായിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. which is equal to 2 omega into 3s square minus omega square divided by s square plus omega square all cube. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. Find the Laplace transform of 1 minus e raised to t all divided by t. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്റഗ്രൽ ട്രാൻസ്ഫോമിന്റെ ലീനിയറിറ്റി പ്രോപ്പർട്ടി അത് വേണം. അത് നമുക്ക് 1 മൈനസ് ഇ പവർ ടീന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ലീനിയറിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം വി ഗെറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ പവർ ടി കണ്ടുപിടിക്കാം. അതെന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ ടി which is equal to 1 by s minus 1 by s minus 1. ഈ പവർ ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 by s minus 1 ആണ്. ഇനി നമുക്ക് കാണുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ പവർ ടി ബൈ ടി. ഇപ്പൊ നമ്മളിവിടെ കണ്ടായിരുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഓഫ് എസ് ടു ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി ആയിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ പവർ ടി ഡി എസ് എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു. 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് മൈനസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് ബൈ 1 മൈനസ് 1 ബൈ എസ് മൈനസ് 1 ഡി എസ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് 1 ബൈ എസിൻ്റെ ഇൻ്റഗ്രേഷൻ ലോഗ് മോഡ് എസ് മൈനസ് ലോഗ് മോഡ് എസ് മൈനസ് 1 എസ് ടു ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിനെ ലോഗ് എസ് ബൈ എസ് മൈനസ് 1 ആയിട്ട് എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഏത് ഫോമിലും എഴുതാം. ലോഗ് എസ് ബൈ എസ് മൈനസ് 1 ആയിട്ട് എഴുതി. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് എന്ന് പറയുന്നത് എസ് ടു ഇൻഫിനിറ്റി
എസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് നമ്മൾ ഇൻഫിനിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ 0 വന്നു. പിന്നെ മൈനസ് ലോഗ് എസ് തന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോഗ് എസ് ബൈ എസ് മൈനസ് 1 തന്നെ വന്നു. മോഡ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, മോഡ് കൊടുത്തോട്ടെ, ഇതിനോട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ മൈനസ് വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നേരെ തിരിച്ചിടാം. ലോഗ് അല്ലേ, മൈനസ് വന്നുകൊണ്ട് ഇതിനെ എങ്ങനെ എഴുതാം? ലോഗ് എസ് മൈനസ് 1 ബൈ എസ് എന്ന് എഴുതിയാണ്. അല്ലെങ്കിൽ നിങ്ങളിത് ബാഗിട്ട് ഓപ്പൺ ചെയ്തിട്ടൊന്ന് എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, കറക്റ്റ് ഈ ഫോമിൽ തന്നെ കിട്ടും. ലോഗ് എസ് മൈനസ് 1 ബൈ എസ് അതാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ പവർ ടി ഓൾ ഡിവൈഡഡ് ബൈ ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഏകദേശം കുറച്ച് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ ക്ലിയർ ആക്കി എടുക്കുക കേട്ടോ.